ക്രിസ്തുയേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. കർത്താവിൻ്റെ ശരീരം എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് തന്നെ നമ്മളിന്ന് വീണ്ടും ചിന്തിക്കുകയാണ്. കഴിഞ്ഞ ഭാഗത്ത് ചിന്തിച്ചതിൻ്റെ മറ്റൊരു വശം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 36 മുതലുള്ള വാക്യങ്ങൾ. ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്നു, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷമുള്ള വരവാണ്. ആ സമയത്താണ് പെട്ടെന്ന് തന്നെ യേശു വന്ന് ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്നവരുടെ നടുവിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അവർ ഞെട്ടി ഭയപ്പെട്ടു. ഒരു ഭൂതത്തെ കാണുന്നുവെന്ന് അവർക്ക് തോന്നി. അവൻ അവരോട്, നിങ്ങൾ കലങ്ങുന്നതെന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതുമെന്ത്? ഞാൻ തന്നെ ആകുന്നുവെന്ന് എൻ്റെ കൈയും കാലും നോക്കി അറിവീൻ. എന്നെ തൊട്ടു നോക്കുവീൻ. എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഈ ആളത് തന്നെയാണ്, ഇവിടെ നിന്ന് പോയ ആൾ തന്നെയാണ്. തേജസ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഉയർത്തെഴുന്നേറ്റ ഉടനെ മഗ്ദലന മറിയെ കണ്ടതാണ്. മറിയോട് പറഞ്ഞത് തുടരുതെന്ന്. ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറി പോയിട്ടില്ല. ഇവരോട് പറഞ്ഞത് എന്നെ തൊട്ടു നോക്കാനാണ്. അതായത് പിതാവിൻ്റെ അടുക്കൽ പോയി സ്വർഗത്തിൽ മാനവരാശിയുടെ പാപപരിഹാരത്തിനുള്ള ശുശ്രൂഷ കഴിച്ചിട്ട് വരുന്ന വരവാണ്. അവനാണ് പറയുന്നത്, എന്നെ തൊട്ടു നോക്കുകയും എന്നിൽ കാണുന്നത് പോലെ ഭൂതങ്ങൾക്ക് അസ്ഥിയും മാംസവും ഇല്ലല്ലോ. അപ്പോൾ ഈ ആളെന്ന് പറയുന്നത് അസ്ഥിയും മാംസവുമായിട്ട് വന്നവനാണ്. അതായത് ഇവിടുന്ന് പോയ ആൾ തന്നെയാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ കൈയും കാലും അവരെ കാണിച്ചു. അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശയിച്ച് നിൽക്കുമ്പോൾ അവരോട്, തിന്നുവാൻ വല്ലതും ഇവിടെ നിങ്ങളുടെ പക്കൽ ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ ഒരു ഖണ്ഡം വറുത്ത മീനും തേൻകട്ടയും അവന് കൊടുത്തു. അത് അവൻ വാങ്ങി അവർ കാണുകെ തിന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ലോകത്തിൽ യേശു ജനിച്ചതും ജീവിച്ചതും പാപമൊഴികെ അവൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നത്, പരിശുദ്ധാത്മാവിനാൽ അവൻ ജനിച്ചുവെങ്കിലും ഒരു മനുഷ്യജന്മം എങ്ങനെ ഒരു സ്ത്രീയുടെ ഗർഭത്തിൽ ഉരുവാകുന്നുവോ അങ്ങനെ തന്നെയാണ് യേശുവിൻ്റെ ശരീരവും ഉരുവായത്. പരിശുദ്ധാത്മാവിനാൽ ഉളവായ ജീവൻ മറിയയുടെ ഗർഭത്തിൽ വന്നു. മറിയയുടെ ഗർഭത്തിൽ നിന്ന്, മറിയയുടെ ശരീരത്തിൽ നിന്ന് ഈ ശിശുവിൻ്റെ ആദ്യ ഭാഗം എടുത്തു. 10 മാസം തികഞ്ഞപ്പോൾ അവനെ പ്രസവിച്ചതിന് ശേഷം ഈ ലോകത്ത് നിന്ന് അവൻ ഈ ലോകത്തിൻ്റെ മൂലവസ്തുക്കളിൽ നിന്ന് 5 മൂലകങ്ങളിൽ നിന്ന് അവൻ ഭക്ഷണം പ്രാപിച്ച് വളരാൻ തുടങ്ങി. അങ്ങനെ 33.5 വയസ്സ് വരെയും അവൻ ഈ ലോകത്തിലെ ഭക്ഷണം കൊണ്ട് ജീവിച്ച് വളർന്ന് ശുശ്രൂഷിച്ച് ഈ ലോകത്തിൽ ജീവിച്ചു. ഒന്നുകൂടി ഉറപ്പിച്ച് ദൈവം പറയുകയാണ്, അവൻ സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശനാകാൻ ആവശ്യമായിരുന്നു. എല്ലാ കാര്യത്തിലും പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണ് യേശു. ഈ യേശു ഇവിടെ ജനിച്ച് ജീവിച്ച് ശുശ്രൂഷ തികച്ചതിന് ശേഷം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു. സ്വർഗാരോഹണം ചെയ്ത് ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന്, പിതാവായ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന്, അതായത് സ്വർഗത്തിൽ ചെന്ന് ശുശ്രൂഷ തികച്ചതിന് ശേഷം, അതായത് സ്വന്തം രക്തത്താൽ അവിടെ പ്രവേശിച്ച് കൃപാസനത്തിൽ രക്തം തളിച്ച്, നിഷ്കളങ്ക രക്തം തളിച്ച്, തൻ്റെ തന്നെ സ്വന്തം രക്തം തളിച്ച് ശുശ്രൂഷ തികച്ചതോടെ ദൈവകോപം അടങ്ങി. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് യേശു ഭൂമിയിലേക്ക് വരുന്നത്, ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വീണ്ടും വരുന്നത്. അങ്ങനെ വരുമ്പോൾ അവർ സംശയിച്ച് നിൽക്കുമ്പോൾ അവരോട് പറഞ്ഞു, തിന്നുവാൻ വല്ലതുമുണ്ടോ? അവർ വറുത്ത മീനും തേൻകട്ടയും കൊടുത്തു. അത് യേശു വാങ്ങി അവർ കാണുക തിന്നു. അപ്പോൾ പിതാവിൻ്റെ അടുക്കൽ പോയി ശുശ്രൂഷ തികച്ച് ദൈവം അവന് തേജസ് കൊടുത്തു എന്ന് ഇത്രയും കാര്യങ്ങൾ നടന്നതിന് ശേഷം തേജസ്കരിക്കപ്പെട്ട യേശുവാണ് വന്നിരിക്കുന്നത്.
ഇവിടെ വന്നതിന് ശേഷം ഇവിടെ നിന്ന് കഴിച്ച ഭക്ഷണം വറുത്ത മീനും തേൻകട്ടയുമാണ്. സ്വർഗീയമായതിനോട് ഭൗമികമായത് ചേരുമോ? ഒരു കാര്യത്തിൽ നമ്മൾ ഓർത്തു കൊള്ളണം. വാക്യം 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 50-ാം വാക്യത്തിൽ, സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. വാക്യം ഓർത്തു കൊള്ളണം. ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന, സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയുകയില്ല. മാംസരക്തം സ്വർഗരാജ്യത്തെ അവകാശമാക്കില്ല. അപ്പോൾ ഈ യേശുവിൻ്റെ ശരീരം നമ്മുടെ ശരീരം പോലെയല്ല, പാപമില്ലാത്തതായിരുന്നു. അത് സ്വർഗരാജ്യം അവകാശമാക്കി എന്നുള്ളത് സമ്മതിക്കാം. പക്ഷെ അടുത്ത വാക്യമാണ്, വറുത്ത മീനും തേൻകട്ടയും ഈ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിലേക്ക് ചെന്നു. അത് ദ്രവത്വമാണോ? ഈ വറുത്ത മീനും തേൻകട്ടയും അവിടെ ആ മേശപ്പുറത്ത് പാത്രത്തിൽ വെച്ചാൽ മതി. അടുത്ത 3 മൂടി വെക്കണം. അടുത്ത ദിവസം ചെല്ലണം. അതിൻ്റെ അടുത്ത ദിവസം ചെല്ലണം. 3-ാം ദിവസം ചെല്ലണം. കേടായി, മണമായി തുടങ്ങി. 4-ാമത്തെ ദിവസം 5-ാം ദിവസം ചെന്നു, അഴുകി. കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ദ്രവിച്ചു. അത് ദ്രവത്വമാണ്. ഇത് ദ്രവത്വമാണ്. ഈ ദ്രവത്വമുള്ള ഈ തേൻകട്ടയും ഈ വറുത്ത മീനും കഴിച്ച യേശുവിൽ അത് സെപ്പറേറ്റ് നിന്നോ? അതേ പുറത്തേക്ക് പോയോ? വിസർജിച്ചു പോയോ? ഇത് വചനം സ്പഷ്ടമായിട്ട് എഴുതിയിട്ടുണ്ട്, ഇത് സ്വർഗരാജ്യത്തെ അവകാശമാക്കില്ല. പിന്നെ ഇതിനെന്ത് സംഭവിച്ചു? അവിടെ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, അവൻ്റെ ശരീരം ആദ്യ ഭാഗം വിശുദ്ധമാണ്. അതിനോട് മറ്റ് എന്ത് ചേർന്നാലും ഇതിനെ അശുദ്ധമാക്കാൻ സാധിക്കുകയില്ല. കാരണം വചനത്തിൽ റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ, ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ഡം മുഴുവനും അങ്ങനെ തന്നെ, വേര് വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്, വേര്, ആദ്യ ഭാഗം, വിത്ത്, അത് തന്നെ ബീജം. 3 കാര്യങ്ങൾ. അത് 4 കാര്യങ്ങൾ വിശദീകരിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 4 കാര്യങ്ങളായിട്ട് പഠിച്ചു പോകണം. ഈ 4 കാര്യങ്ങൾ എന്താകുന്നുവോ അതനുസരിച്ചിട്ട് മാത്രമേ അതിനോട് ചേരുന്നതും ആകുകയുള്ളൂ. തേജസ്കരിക്കപ്പെട്ട യേശുവിൻ്റെ ശരീരത്തിലേക്ക് ഇതിലേത് ദ്രവത്വം ചേർന്നാലും അത് അദ്രവത്വമാകും. ഇനി യൂദയുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ കോരഹിൻ്റെ ശരീരത്തിലേക്ക് സ്വർഗീയ മന്നം മാത്രം ഭക്ഷിച്ചാൽ, പാപമില്ലാത്ത ആ ഭക്ഷണം, ആ സ്വർഗീയന്മാരുടെ ഭക്ഷണം മാത്രമാണ് കോരഹ് ഭക്ഷിക്കുന്നതെങ്കിൽ അത് അവൻ്റെ ശരീരത്തിൽ ആദ്യ ഭാഗം ദുഷ്ടതയായതുകൊണ്ട് അതും ദുഷ്ടതയായിത്തീരും. അപ്പോൾ അതെവിടെ പോയെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അത് ചിന്തിക്കുന്നതിന് മുമ്പ് നമുക്കൊരു വചനഭാഗം വായിക്കാം. അബ്രാഹാമിൻ്റെ കാലഘട്ടമാണ്. അബ്രാഹാമിൻ്റെ സഹോദരൻ്റെ മകനായ ലോത്ത് സോദോം ഗോമോറ എന്ന പട്ടണത്തിൽ കുടുംബമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുക. സോദോമ്യരുടെയും ഗോമോര്യരുടെയും പാപം സ്വർഗത്തിൽ വരെ എത്തി. ദൈവം പട്ടണം നശിപ്പിക്കാൻ പോവുക. അങ്ങനെ സ്വർഗത്തിൽ നിന്ന് പട്ടണം നശിപ്പിക്കാനായിട്ട് ദൈവവും 2 ദൂതന്മാരും കൂടി വന്നു. അവിടെ പുരുഷന്മാരെന്ന് എഴുതിയേക്കണേ, എന്നാൽ അവിടെ വ്യക്തമായിട്ട് അടുത്ത അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് അത് ദൂതന്മാരാണ്. ദൈവവും വന്നു, കൂടെ 2 പേരും വന്നു. അത് നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകും. ഇവരെന്ത് ചെയ്തു നോക്കാം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 1 മുതൽ, അനന്തരം യഹോവ അവന്, അതായത് അബ്രഹാമിന്, മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു.
അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. യജമാനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ. വൃക്ഷത്തിന് കീഴിൽ ഇരിപ്പീൻ. ഞാൻ ഒരു മുറി അപ്പം കൊണ്ടുവരാം. വിശപ്പടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയൻ്റെ അടുക്കൽ കയറി വന്നത് എന്ന് പറഞ്ഞു. നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് അവർ പറഞ്ഞു. അബ്രഹാം ബന്ധപ്പെട്ട് കൂടാരത്തിൽ സാറായുടെ അടുക്കൽ ചെന്നു. നീ ക്ഷണത്തിൽ 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ച് അപ്പം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. അബ്രഹാം പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് ഇളയതും നല്ലതുമായൊരു കാളക്കുട്ടിയെ പിടിച്ച് ഒരു ബാല്യക്കാരൻ്റെ പക്കൽ കൊടുത്തു. അവൻ അതിനെ ക്ഷണത്തിൽ പാകം ചെയ്തു. പിന്നെ അവൻ വെണ്ണയും പാലും താൻ പാകം ചെയ്ത കാളക്കുട്ടിയെയും കൊണ്ടുവന്ന് അവരുടെ മുൻപിൽ വെച്ചു. അവരുടെ അടുക്കൽ വൃക്ഷത്തിന് കീഴിൽ ശുശ്രൂഷിച്ചു നിന്നു. അവർ ഭക്ഷണം കഴിച്ചു. 3 പേര്, 3 പുരുഷന്മാർ. അവർ കൂടാരവാതിക്കൽ 3 പുരുഷന്മാർ. ഏതാ ഈ പുരുഷന്മാർ? അവിടെ നിന്ന് അതിൻ്റെ 16-ാം വാക്യത്തിൽ ആ പുരുഷന്മാർ അവിടെ നിന്ന് പുറപ്പെട്ട് സോദോം വഴിക്ക് തിരിഞ്ഞു. സോദോം നശിപ്പിക്കാൻ പോവുക. ലോത്തും വസിക്കുന്ന പട്ടണമായ സോദോം നശിപ്പിക്കാനായിട്ട് തിരിഞ്ഞു. അവിടെ നിന്ന് ആ പുരുഷന്മാർ തിരിഞ്ഞു. അബ്രഹാം അവരെ യാത്രയയപ്പാൻ അവരോട് കൂടെ പോയി. അപ്പോൾ യഹോവ അരുളി ചെയ്തത്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വയ്ക്കുമോ? അബ്രഹാം വലിയതും ബലമുള്ളതുമായ ജാതിയായി തീരുകയും അവനിൽ ഭൂമിയിലെ സകല ജാതികളൊക്കെയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമല്ലോ. അങ്ങനെ അവിടെ നിന്ന് പോയി. പിന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അബ്രഹാം നിന്നു. 2 ദൂതന്മാർ, 3 പേരാണ് വന്നത്. ഒരാൾ യഹോവയായിരുന്നു, മറ്റു 2 ദൂതന്മാരായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന 2 പുരുഷന്മാർ സോദോമിലേക്ക് പോയി. അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ 19-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ. ആ 2 ദൂതന്മാർ വൈകുന്നേരത്ത് സോദോമിലെത്തി. അപ്പോൾ 3 പുരുഷന്മാരിൽ 2 പേര് ദൂതന്മാരായിരുന്നു, ഒരാൾ കർത്താവ് തന്നെയായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഈ 3 പേരും ദൈവത്തിൻ്റെ അവസര പ്രത്യക്ഷതയായിട്ട് നമ്മളത് മനസ്സിലാക്കാം. 2 പേര് ദൂതന്മാരും. അപ്പോൾ നമ്മളിവിടെ ചിന്തിച്ച വചനം അതല്ല, വിഷയം നമ്മൾ ചിന്തിച്ചു വന്നത് തേജസ്കരിക്കപ്പെട്ടതിന് ശേഷം യേശു ഭൂമിയിൽ വന്നു, വറുത്ത മീനും തേൻകട്ടയും തിന്ന്. ഇവിടെ സ്വർഗത്തിൽ നിന്ന് കർത്താവ് യഹോവയും 2 ദൂതന്മാരുമായിട്ട് വന്നു. അവരും കാളക്കിടാവ്, അപ്പം, വെണ്ണ, പാല് മുതലായവ കൂട്ടിയ ഭക്ഷണം കഴിച്ചു. ഈ കഴിച്ചത് എന്ത് ചെയ്തു? സ്വർഗീയ ദൈവം കഴിച്ച ഭക്ഷണം എങ്ങോട്ട് പോയി? ഈ ദൂതന്മാർ കഴിച്ച ഭക്ഷണം എങ്ങോട്ട് പോയി? ഈ ലോകത്തിൽ പാപമുള്ള ഈ ലോകത്തിൽ കിടക്കുന്ന ദ്രവത്വമുള്ള ഈ ഭക്ഷണം അദ്രവത്വമുള്ള അവരുടെ ഉള്ളിൽ ചെന്നിട്ട് എങ്ങോട്ട് പോയി? അത് ആദ്യ ഭാഗം നമ്മൾ പഠിക്കുന്നത് പ്രകാരം ആദ്യ ഭാഗം റോമാലേഖനം നമ്മൾ വായിച്ചത് ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ടം മുഴുവൻ. അങ്ങനെ ആദ്യ ഭാഗം തേജസ്കരിക്കപ്പെട്ടതാകുന്നുവെങ്കിൽ അതിലേക്ക് ചേരുന്നതും അങ്ങനെ തന്നെയാണ്. മാത്രമല്ല, ഒരിക്കൽ ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ കൂടെ പന്തിയിലിരുന്നവരിൽ ഒരുത്തൻ ഇത് കേട്ടിട്ട് ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് അവനോട് പറഞ്ഞു. ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാനാണെന്ന് യേശുവിനോട് പന്തിയിലിരുന്ന ഒരാൾ പറഞ്ഞു. അപ്പോൾ ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുമോ? അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം, അതിൻ്റെ 10 മുതൽ വായിക്കാം. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു. ചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രായേലിൽ കൂടി ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും.
അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരോട് കൂടി ദൈവത്തിൻ്റെ സഭ, ദൈവത്തിൻ്റെ ജനം പന്തിക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ദിവസമുണ്ട്. മാത്രമല്ല യേശു പറഞ്ഞൊരു വാക്കും കൂടി നമുക്ക് പരിശോധിക്കണം. യേശു കർത്താവിൻ്റെ അത്താഴം, പുതിയ നിയമ പെസഹ ശിഷ്യന്മാർക്ക് ഏൽപ്പിക്കുന്ന സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം, പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു, എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുന്ന നാൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഒരു കാര്യം നിശ്ചയമാണ്, നാം യേശുവിനോട് കൂടി തേജസ്കരിക്കപ്പെട്ടതിന് ശേഷം ദൈവരാജ്യത്തിൽ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും യേശുവിനോട് കൂടി ഇരുന്ന് വീഞ്ഞു കുടിക്കും, ഭക്ഷണം കഴിക്കും, പാനീയം കുടിക്കും, പന്തിക്കിരിക്കും. തേജസ്കരിക്കപ്പെട്ട ആ സമയത്ത് അബ്രഹാമിൻ്റെ ശരീരം ഇല്ലയെന്ന്, അബ്രഹാം ലോകത്തിലെ ജഡത്തിലല്ല അന്ന് ജീവിക്കുന്നത്. ദൈവസഭ തേജസ്കരിക്കപ്പെട്ട അവസ്ഥയിലാണ്. ഈ അവസ്ഥയിൽ ഈ പന്തിക്കിരിക്കുമ്പോൾ ഈ കുടിക്കുന്ന വീഞ്ഞ് എങ്ങോട്ട് പോകും? കഴിക്കുന്ന ഭക്ഷണത്തിന് വേസ്റ്റ് ഉണ്ടോ? അതെങ്ങോട്ട് പോകും? ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ആരൊക്കെ യേശു കഴിച്ച ഭക്ഷണം, പഴയ നിയമത്തിൽ ദൂതന്മാരും കർത്താവും കഴിച്ച ഭക്ഷണം കഴിച്ചു. തേജസ്കരിക്കപ്പെട്ട സഭയും പഴയ നിയമ വിശുദ്ധന്മാരും യേശുവിനോട് കൂടെ ഇരുന്ന് കഴിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു, കുടിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. സംശയമില്ല, കഴിക്കുകയും കുടിക്കുകയും ചെയ്യും. പക്ഷേ ഇത് ഈ ശരീരത്തിലേക്ക് എങ്ങനെ വ്യാപരിക്കും? ഇതിനോട് എങ്ങനെ ചേരും? ഒറ്റ ഉത്തരമേ ഉള്ളൂ. ആദ്യ ഭാഗം വിശുദ്ധമായതുകൊണ്ട് കഴിക്കുന്നതും ആ ആദ്യ ഭാഗം എന്തോ അതിനോട് ചേരും. ദൂതന്മാരുടെ ഭക്ഷണമാണെങ്കിൽ അതിനോട് ചേരും. യേശുവിൻ്റെ ശരീരം തേജസ്കരിക്കപ്പെട്ടതാണെങ്കിൽ അതിനോട് കൂടി തേജസ്കരിക്കപ്പെടും. ഇനി സഭയോട് പറഞ്ഞിരിക്കുന്നത് എന്താ? നിങ്ങൾ പുനരുത്ഥാനത്തിൽ ദൂതന്മാരെ പോലെ എത്രയാവുന്നു? നാം ദൂതന്മാരുടെ ആ നിലയിലേക്കാണ് മാറാൻ പോകുന്നത്. പക്ഷെ അവിടെ ഭക്ഷണം കഴിക്കും. സ്വർഗീയ ശരീരം നമുക്ക് കിട്ടും, സ്വർഗീയ ജീവിതം കിട്ടും. പക്ഷേ ഭക്ഷണവും പാനീയവും കഴിക്കുന്ന ഭക്ഷണം എവിടെ പോയെന്ന് ചോദിക്കാനില്ല. ലഭിക്കുന്ന ശരീരം വിശുദ്ധവും തേജസ്കരണപ്പെട്ടതുമായതുകൊണ്ട് പ്രാപിക്കുന്നതും ആ ശരീരത്തിന് തുല്യമായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.